ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്നൊരു കുട്ടി ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഇത് എൻ്റെ വീടല്ല കേട്ടോ, ഇത് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ്. അതായത് ഞാൻ ജനിച്ച് വളർന്ന വീട്, ജനിച്ചു എന്ന് പറയാൻ പറ്റില്ല, വളർന്ന വീട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഓർമ്മകളോടൊപ്പം തന്നെ വളർന്നൊരു വീടെന്ന് അങ്ങനെ പറയുന്നൊരു വീടാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ മുഴുവൻ. എൻ്റെ വീട്ടിലുള്ളതിനെക്കാട്ടും കൂടുതൽ ഇവിടെയായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി മെമ്മറീസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന മെമ്മറീസ് മുഴുവൻ അവിടെയാണ്. എൻ്റെ വീട്ടിലുള്ളതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു വീട്ടിലാണ് എനിക്ക് മുഴുവനായിട്ട് ആ ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചെറുപ്പത്തിലുള്ള ടൈമിൽ അവരിങ്ങനെ കുറേ റെന്യൂവേഷനൊക്കെ വരുത്തുമല്ലോ വീട്ടിൽ. അപ്പോൾ അങ്ങനെ കുറേ പണികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഗ്രിൽസൊക്കെ വെച്ചതും അതൊക്കെ ഇപ്പോൾ ഈ അടുത്താണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ഒരു പുറം ഭാഗത്തിൻ്റെ വീഡിയോസും ഒന്ന് വെറുതെ എടുത്ത് വെക്കാൻ, നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു നെസ്റ്റ് ആണല്ലോ, അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ പണ്ടൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് മുൻപേ ആ ഒരു ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് മാത്രം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ കൊലായിൽ എന്ന് പറയുന്നത്. അതായത് കൊലായിൽ നിന്നാണ് നമ്മൾ പറയാം, നമ്മൾ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബെഞ്ച് പോലത്തെ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അവരുടെ ഷോപ്പിലെ കുറേ കാര്യങ്ങളും അവരുടെ മില്ലിലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഷോപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അത് മുഴുവനായി ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഒരു ഒതുക്കിയ ആ ഒരു ടൈപ്പിൽ പിന്നെ അല്ല കേട്ടോ ഉള്ളത്. മുഴുവനായിട്ട് ഇങ്ങനെ ആ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ഷോപ്പിലുള്ള സാധനങ്ങൾ മുഴുവൻ ഈ ഒരു വീട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തായിട്ട് അങ്ങനെ മൊത്തത്തിലൊരു കച്ചറ പിടിച്ചിരിക്കുന്ന പോലെ തോന്നാം. അത് വൃത്തിയാക്കായിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെ പഴയ വീടുമാണ്. അപ്പോൾ ഇതായിരുന്നു കൊലായിൽ. ഇപ്പോൾ ഇതെൻ്റെ വല്യമ്മയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മ അവിടെ ഇങ്ങനെ നമ്മുടെ ഹാളെന്ന് പറയുന്നൊരു സംഭവമാണത്. പക്ഷേ ചെറിയ രീതിയിൽ ചെറിയൊരു സൗകര്യം മാത്രമേ ഉള്ളത്. പണ്ടുള്ള വീടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വലിപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ബെഡ്റൂമാണ്. വളരെ സൗകര്യം കുറഞ്ഞ, അതായത് നമുക്കൊരു കട്ടിലും ഒരു അലമാര ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും സ്ഥലക്കുറവുള്ള, അതായത് അത്രയും പഴക്കമുള്ള വീടാണല്ലോ. ഏകദേശം ഒരു 30 വർഷത്തിലേറെയൊക്കെ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ ഒരു ഷോക്കേസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു നമ്മുടെ അലമാര എന്നൊക്കെ ആയിരുന്നു അന്നേരം പറയല്. ഇപ്പം ഇതിൻ്റെ ഭയങ്കര വിവിധ ടൈപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിലൊരു സംഭവം ഇതുപോലൊരു ഒതുക്കി വെക്കാനൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനോ അങ്ങനത്തെ റിമോട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അന്നൊക്കെ ഭയങ്കര വലിയ കാര്യമായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു റൂം. ഇതായിരുന്നു അടുത്ത റൂം. അപ്പോൾ ഇതിലിങ്ങനെ 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ റൂമിനും വളരെ സൗകര്യം കുറവാണ്. നമ്മൾ 2 കട്ടിൽ മുഴുവനായിട്ട് ഇടാനുള്ള സൗകര്യമില്ല. പക്ഷെ അത് കുഞ്ഞി കട്ടിലായതുകൊണ്ട് 2 എണ്ണം അതിൽ കൊണ്ടു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ വലിയൊരു മറ്റൊരു റൂം. അപ്പോൾ ഇതിലായിരുന്നു വല്യമ്മയൊക്കെ കിടക്കാറ്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അവരുടെ കൂടെ ഈ ഒരു റൂമിലായിരുന്നു കിടക്കൽ കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ കാണുന്ന ടൈമിൽ ഭയങ്കര ഒരു സൗകര്യം ഇല്ലാത്തൊരു പോലെയൊക്കെ തോന്നുന്നു. പക്ഷേ അന്ന് കാണുന്ന ടൈമിൽ നമുക്ക് വലിയ വീടായിരുന്നു. അന്നത്തെ 30 വർഷം മുൻപ്, 30 വർഷമല്ല 27 വർഷം മുൻപ്, അല്ലെങ്കിൽ എനിക്ക് 20 വർഷത്തെ ആ ഓർമ്മകൾ മുഴുവൻ അവിടെയാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതൊരു വലിയ സംഭവമായിരുന്നു വീടെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വരെ ആയിരുന്നു, അതായത് ഈ ഒരു ഹാളും ഈ 2 ബെഡ്റൂമും കോലായിലും പിന്നെ ഈ ഒരു വലിയൊരു സംഭവം. ഇത് അടുക്കളയായിരുന്നു കേട്ടോ, പണ്ടത്തെ അടുക്കളയായിരുന്നു. അപ്പോൾ അവരിത് നമ്മുടെ കോണിയൊക്കെ വാർത്തിട്ടിട്ട് കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മുഴുവനായിട്ട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് അവിടെ ഒരു സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ട് മുകളിലേക്ക് റൂമൊക്കെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് അവരെ ഇങ്ങനെ സ്റ്റെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു കോലായിലുണ്ട് കേട്ടോ ബാക്കിൽ. അപ്പം ഈ ഒരു കോലായിൽ, ഒരു കുട്ടി കോലായിലും കൂടെ ഉണ്ട് ഈ ഒരു അടുക്കളേൻ്റെ പുറമെ. ഇപ്പോൾ ഇതിപ്പോൾ അടുക്കളയായിട്ടല്ല അവരെടുക്കുന്നത്. ഇനി അവർക്കത് ഒരു ഹാൾ പോലെ ആക്കിയിട്ട് അങ്ങനെ ഇടാമെന്നാണ് ഉള്ള തീരുമാനത്തിലാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്. അടുക്കളയൊക്കെ പുറത്ത് പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാളിലെന്ന് പറയുന്നത് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ഈ ഒരു ബാത്റൂമൊന്നും ഇതുവരെ എവിടെ ഇല്ലാത്തതാണ്, ഇപ്പോൾ എടുത്തതാണ്. ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നീറ്റല്ലാത്ത പോലെ തോന്നും കേട്ടോ. കാരണം അത്രയും പഴക്കമുള്ളതാണ്. നമ്മൾ പെയിൻ്റ് അടിക്കാത്തത് കൊണ്ടും പിന്നെ മൊത്തത്തിൽ ഒരുപാട് സാധനങ്ങൾ തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചറ പിടിച്ച പോലെയൊക്കെ തോന്നും കേട്ടോ. ഇതൊക്കെ അവരുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ആവശ്യങ്ങളുടെ സാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ഷോപ്പ് ഒഴിച്ച ടൈമിൽ എല്ലാം കൊണ്ടുവന്നത് ഇവിടേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പിലുള്ള കാര്യങ്ങളാണ് മുഴുവനായിട്ട് അവിടെ ഇവിടെയൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം കാർഡ്ബോർഡിലുള്ളതും ആ ഒരു ബോക്സിലുള്ളതൊക്കെ പിന്നെ ഷോപ്പിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു പണ്ടത്തെ ഒരു ചെറിയൊരു കൊലായിൽ എന്ന് പറയില്ല, അപ്പോൾ ആ ഒരു കൊലായിൽ പോലത്തെ ഒരു ഭാഗമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ അവരത് മാറ്റിയിട്ട് അവിടെ ഒരു കിച്ചൺ പോലെ ഒരു അടുക്കളേൻ്റെ സെറ്റപ്പ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാം ഗ്യാസ്മേലാണല്ലോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേറൊരു അടുക്കള പുറമേ ഇത് കൂടാണ്ട് പുറമേ ഒരു അടുക്കളയും കൂടെ അവരെടുത്തിട്ടുണ്ട്. അടുക്കളയും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബാത്റൂമാണ്. അതിനിടയിൽ ഈ ഒരു അടുക്കളയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് പുതുതായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്തായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഗ്രിൽസൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അടുക്കളയൊന്നും എൻ്റെ ഒരു ഓർമ്മയിലില്ല. ഇതിപ്പോൾ അടുത്ത് അവർ പണിയിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ടാവും. ടൈലൊക്കെ വെച്ചതുകൊണ്ട്
ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ, ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വീട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന്, അങ്ങനെ ഒരു ഹോം ടൂർ പോലെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാ.